വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പുനരന്വേഷണത്തിന് SIT രൂപീകരിക്കും എന്ന അറിയിപ്പ് വരുന്നു. പാറക്കൽ അബ്ദുള്ള MLA നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണത്തിന് SIT രൂപീകരിക്കാൻ പോകുന്നത്. നേരത്തെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അജി കുഞ്ഞുമൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. പറയൂ അജി, അപ്പോൾ ആ ഷോട്ട് പ്രചരിപ്പിച്ചത് ആരാണ്, ആരുടെ തലയിലാണ് ഉദിച്ചത് എന്നൊക്കെ വിവരം നമുക്ക് ലഭിക്കുമോ? അത് തന്നെയാണ് SKN നമുക്കും അറിയേണ്ടത്. ആരാണ് ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ ഈ കേസ് അന്വേഷിച്ച പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ LDF ഭരണകാലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. UDF അധികാരത്തിൽ വന്നപ്പോൾ കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ളയാണ് ഈ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുനരന്വേഷണത്തിന് നീക്കം നടത്താൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. അത് വലിയ തലത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ച ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അന്ന് UDF CPM-നെതിരെ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധം ഇത് തന്നെയായിരുന്നു. അതായത് CPM ആണ് ഇതിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമെന്ന ആക്ഷേപവും ആരോപണവും അന്ന് UDF ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു UDF പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലാണ്. അത് ഫോറൻസിക് പരിശോധന ഫലമൊക്കെ പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ UDF-ലെ ചില ആളുകളെ വേട്ടയാടപ്പെടുന്നു. അതായത് UDF-കാരായ പ്രവർത്തകരെ അടക്കം ഈ കേസിൽ വലിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് CPM സ്വീകരിക്കുന്നത് എന്ന തലത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പുനരന്വേഷണം നടത്താൻ ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത ഫോറൻസിക് അതായത് ഫോണിന്റെ പരിശോധനാ റിപ്പോർട്ടൊന്നും ഫോറൻസിക് റിപ്പോർട്ടൊന്നും തന്നെയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിനെ തുടർന്നാണ് വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളൊന്നും തന്നെയും ഇല്ല, അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്നാണ് വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഏപ്രിലിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള വിമർശനം ഈ അന്വേഷണ സംഘത്തിനെ ഉയർത്തിയിരുന്നു. അന്വേഷണ സംഘത്തിൽ സർക്കാരിന്റെ കളിപ്പാവയാണ് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പുനരന്വേഷണം നടത്താൻ SIT രൂപീകരിച്ച് പുനരന്വേഷണം നടത്താൻ നീക്കം നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അജി കുഞ്ഞുമോൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.